നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യത്തോട് വഴങ്ങാതെ സർക്കാർ ആദ്യം തയ്യാറാക്കിയ പ്രസംഗം അതേപടി സർക്കാർ ലോക്ഭവന് തിരിച്ചു നൽകി. കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം ഒഴിവാക്കിയാകും ഗവർണർ നയപ്രഖ്യാപനം അവതരിപ്പിക്കുക. 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് നാളെയാണ് തുടക്കമാകുന്നത്. 29 ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാനുള്ള നടപടികളും സമ്മേളനത്തിൽ ഉണ്ടാകും. വി അരുൺ വിവരങ്ങളുമായി ചേരും. അവരുടെ ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട തർക്കം നേരത്തെയും മുൻ ഗവർണർ ഉള്ള സമയത്തും ഉണ്ടായിരുന്നു, സ്ഥിരമായി ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി കടുപ്പത്തിലാണെന്ന് തോന്നുന്നു പുതിയ ഗവർണർ. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ വന്ന ശേഷമാണ് നയപ്രഖ്യാപന പ്രസംഗം വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത്. നയപ്രഖ്യാപന പ്രസംഗം സാധാരണഗതിയിൽ ഒരു സഭാ സമ്മേളന തുടക്കത്തിൽ, ഒരു പുതുവർഷത്തിലെ സഭാ സമ്മേളന തുടക്കത്തിൽ ഒരു നടപടിക്രമം മാത്രമായിരുന്നു. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന ശേഷം സർക്കാരുമായി നിരന്തര ഏറ്റുമുട്ടൽ. ഗവർണർ സർക്കാരിന്റെ പ്രസംഗം, സർക്കാർ നയമാണ് അവിടെ അവതരിപ്പിക്കേണ്ടത്. പക്ഷേ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം, കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങളൊന്നും അവതരിപ്പിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായിരുന്നില്ല. പലപ്പോഴും ഒരു രാഷ്ട്രീയ ആയുധമാക്കി നയപ്രഖ്യാപന പ്രസംഗത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ മാറ്റിയിരുന്നു. സർക്കാരിന്റെ മുൾമുന നീക്കമായി. ഇപ്പോൾ ഈ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്ന ശേഷവും സർക്കാരുമായി ഏറ്റുമുട്ടലുണ്ട്. പക്ഷേ അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പാതയിലല്ല. വിമർശനങ്ങൾ പറയും, അല്ലെങ്കിൽ എതിർപ്പുകൾ പറയും, പക്ഷേ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള രീതി. ഇവിടെയും സർക്കാർ നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിനെതിരായ രണ്ടിടങ്ങളിൽ വിമർശനമുണ്ട്. ഈ രണ്ടും മാറ്റണമെന്നാണ് പ്രസംഗം ലഭിച്ചപ്പോൾ ലോക്ഭവൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ സർക്കാർ അത് തയ്യാറായില്ല. സർക്കാർ തയ്യാറാകുന്നതിന് പകരം അതേ പ്രസംഗം വീണ്ടും ലോക്ഭവന് അയക്കുകയായിരുന്നു. സ്വാഭാവികമായും ഗവർണർക്ക് അത് അവതരിപ്പിക്കേണ്ടി വരും. പക്ഷേ അവിടെ അവതരിപ്പിക്കുമ്പോൾ കേന്ദ്ര വിരുദ്ധ സമീപനങ്ങൾ, കേന്ദ്ര വിമർശനങ്ങൾ ആ പ്രസംഗത്തിൽ ഗവർണർ ഉൾപ്പെടുത്തില്ല. അദ്ദേഹത്തിന് വായിക്കാതെ അത് ഒഴിവാക്കാനാകും. അതിനപ്പുറത്തേക്ക് ഇത് ഒഴിവാക്കിയാൽ മാത്രമേ വായിക്കാനാകൂ എന്ന കടുത്ത നിലപാട് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചതുപോലെ അർലേക്കർ സ്വീകരിക്കില്ല എന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് അദ്ദേഹം നിയമസഭയിൽ 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ സർക്കാരിന് വേണ്ടി നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും. അവിടെ കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാകും അദ്ദേഹം അവതരിപ്പിക്കുക. പക്ഷേ അദ്ദേഹം അത് ഒഴിവാക്കിയാലും അത് സഭാരേഖയിൽ ഇടം പിടിക്കും. കാരണം സർക്കാർ കൊടുക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം അതേപടി വായിച്ചതായി, ഗവർണർ അതിൽ ഒരു പാരഗ്രാഫ് മാത്രമാണ് വായിച്ചതെങ്കിൽ പോലും മുഴുവൻ വായിച്ചതായി മാത്രമേ കണക്കാക്കാനാകൂ. ഇനി അതിനപ്പുറത്തേക്ക് ഗവർണർ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പരാമർശം കൊണ്ട് അതിനോട് തനിക്ക് വിയോജിപ്പെടുന്നു പറഞ്ഞാൽ അതൊരു ചരിത്രമാവുകയും അത് രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്യും. അതിന് സാധ്യത കുറവാണ്. പകരം ഗവർണർ സർക്കാർ നൽകിയ കേന്ദ്രവിരുദ്ധ പരാമർശ ഭാഗങ്ങൾ വായിക്കാതെ ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും നാളെയാണ് നയപ്രഖ്യാപന പ്രസംഗം. ഈ നിയമസഭയുടെ 15ാം നിയമസഭയുടെ 16ാം സമ്മേളനമാണ് നാളെ തുടങ്ങുന്നത്. വളരെ നിർണായകമായ സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ പകുതി വെച്ചൊരു പക്ഷേ സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. മറ്റൊരു രാഷ്ട്രീയ കൗതുകം ഇതിൽ വരാനുള്ളത്, ഒരു MLA സംസ്ഥാന നിയമസഭയിൽ, കേരള നിയമസഭയിൽ ഒരു MLA ഇതാദ്യമായി അയോഗ്യരാക്കാൻ പോകുന്ന ഒരു സമ്മേളനം ഇതിൽ കൂടി 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം കേരളത്തിൽ ഇടം പിടിക്കും. അതിനുള്ള നീക്കങ്ങൾ ഇതിനകം സ്പീക്കറുടെ ഓഫീസും ഇടതുപക്ഷവും ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർച്ചയായ ബലാത്സംഗ കേസുകൾ പ്രതിയാകുന്ന, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കോൺഗ്രസ് MLA, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യരാക്കാനുള്ള പ്രമേയം ഈ സഭാ സമ്മേളനത്തിൽ വരാം. അതിനുള്ള തുടക്കമെന്ന നിലയിൽ നേരത്തെ DK മുരളി CPM-ന്റെ MLA സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിരുന്നു. അത് സഭയിൽ അവതരിപ്പിക്കാൻ സ്പീക്കർ അനുവദിക്കും. എത്തിക്സ് ആൻഡ് പ്രിവൈസ് കമ്മിറ്റിക്ക് പരിഗണനയ്ക്ക് വിടുകയും അത് പിന്നീട് സഭ പാസാക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ തവണ സഭയിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ ഇപ്പോൾ കുറയും. ഒരു MLA, അത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ MLA ആന്റണി രാജു തൊണ്ടി മുതൽ മോഷണ കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് നിയമസഭാ അംഗത്വം അയോഗ്യനായിരിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷത്തും ഒരു MLA-യുടെ കുറവുണ്ടാകും. അതും ഈ സഭയ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ബജറ്റ് അവതരണം 29-നുണ്ടാകും. ഒരുപാട് ക്ഷേമ പ്രഖ്യാപനങ്ങൾ, ഭരണ തുടർച്ചയ്ക്കുള്ള ആയുധങ്ങൾ, അവസരങ്ങളൊക്കെ അതിൽ സർക്കാർ കരുതി വച്ചിട്ടുണ്ടാകും. ആ രീതിയിൽ കൂടി ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.